വെൽക്കം ടു ആദീസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് ജിയോഗ്രഫി പാർട്ടിൽ ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് എർത്ത്. ഭൂമിയുടെ ഉള്ളറകളെ പ്രധാനമായും മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഭൂവൽക്കം, അത് ക്രസ്റ്റ്, മാൻറ്റിൽ, കാമ്പ്. കാമ്പിനെ തന്നെ വീണ്ടും പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയെ വ്യത്യസ്ത പാളികളായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പം ഭൂമിയെ വ്യത്യസ്ത പാളികളായി തിരിച്ചിരിക്കുന്നത് ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ പ്രധാനമായും 3 പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഭൂവൽക്കം, മാൻറ്റിൽ, കാമ്പ്. കാമ്പിനെ അകക്കാമ്പെന്നും പുറക്കാമ്പെന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇനി ഇതിൽ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഭൂമിയുടെ ഉള്ളറ എന്നത്. അപ്പം ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഭൂവൽക്കത്തെക്കുറിച്ച് പഠിക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഭൂവൽക്കം അറിയപ്പെടുന്നത് ക്രസ്റ്റ് എന്നാണ്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കമാണ്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്ന ഭൂമിയുടെ പാളിയാണ് ഭൂവൽക്കം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം. ബാഹ്യ സിലിക്കേറ്റ് എന്നറിയപ്പെടുന്നു. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിൻ്റെ ഏകദേശ കനം 40 കിലോമീറ്ററാണ്. ഭൂവൽക്കത്തിൻ്റെ ഏകദേശ കനം 40 കിലോമീറ്റർ. ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ഭൂവൽക്കത്തിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. വൻകര ഭൂവൽക്കവും സമുദ്രതട ഭൂവൽക്കവും. അപ്പം വൻകര ഭൂവൽക്കം എന്നത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്, സമുദ്രതട ഭൂവൽക്കം എന്നത് ഓഷ്യാനിക് ക്രസ്റ്റ്. അപ്പോൾ ക്രസ്റ്റിനെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. വൻകര ഭൂവൽക്കത്തിൻ്റെ കനം 30 കിലോമീറ്ററാണ്. വൻകര ഭൂവൽക്കത്തിൻ്റെ കനം 30 കിലോമീറ്ററും സമുദ്രതട ഭൂവൽക്കത്തിൻ്റെ കനം 5 കിലോമീറ്ററുമാണ്. ഭൂവൽക്ക ഭാഗത്ത് കാണപ്പെടുന്ന ശിലകളിൽ സിലിക്കൺ ഡയോക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ് തുടങ്ങിയ സംയുക്തങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത്. അപ്പം ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഭൂവൽക്കത്തിലെ ശിലകളിൽ കാണപ്പെടുന്ന സംയുക്തങ്ങളാണ് സിലിക്കൺ ഡയോക്സൈഡും അലൂമിനിയം ഓക്സൈഡും. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഇതിൻ്റെ വൻകര ഭൂവൽക്കത്തിൻ്റെ കനം 30 കിലോമീറ്ററും സമുദ്രതട ഭൂവൽക്കത്തിൻ്റെ കനം 5 കിലോമീറ്ററുമാണ്. ഇത് മധ്യ സമുദ്രാന്തർ വരമ്പുകളിലെ ഭൂവൽക്കത്തിൻ്റെ കനം 5 കിലോമീറ്ററിൽ താഴെയാകുന്നു. പ്രധാന പർവ്വത മേഖലകളിൽ വൻകര ഭൂവൽക്കം കൂടുതൽ കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ ഓരോ വൻകരയ്ക്കും അതേപോലെ സമുദ്രാന്തർ ഭാഗത്തിനും അനുസരിച്ച് ഭൂവൽക്കത്തിൻ്റെ കനത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു വൻകര ഭൂവൽക്കത്തിന് തന്നെ എന്താണ് സിയാൽ എന്നും സിമ എന്നും രണ്ടായിട്ട് തരംതിരിച്ചു. വൻകര ഭൂവൽക്കത്തിനെ എന്താണ് സിയാൽ എന്നും സിമ എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിൽ സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിയാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് വൻകര ഭാഗത്തിനെ സിയാൽ എന്ന് വിളിക്കുന്നത്? ഇതിൽ സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്രതട ഭൂവൽക്കം സീമ എന്നറിയപ്പെടുന്നു. അപ്പം സിയാൽ ഭൂവൽക്ക ഭാഗത്ത് എന്താണ് അതിലടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ വൻകര ഭാഗത്തെ സിയാൽ എന്നും സമുദ്രതട ഭാഗത്തെ സീമ എന്നും അറിയപ്പെടുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തരംതിരിച്ചിട്ടുള്ളത്. സിലിക്ക, അലൂമിന എന്നിവ അറിയപ്പെടുന്നത് സിയാൽ എന്നും സിലിക്ക, മഗ്നീഷ്യം എന്നിവ ഉൾക്കൊള്ളുന്നത് സീമ എന്നും അറിയപ്പെടുന്നു.
ഇതിൽ ഇളം നിറത്തിലുള്ള ഫെൽസിക് ശിലകളാണ് സിയാൽ. അപ്പോൾ സിയാൽ എന്നത് എന്താണ്? ഇളം നിറത്തിലുള്ള ഫെൽസിക് ശിലകൾ. അപ്പം സിമയിലോ ഇരുണ്ട നിറത്തിലുള്ള മാഫിക് ശിലകളാണ് സിമയിൽ കാണപ്പെടുന്നത്. അപ്പം സിയാലിൽ ഇളം നിറത്തിലുള്ള ഫെൽസിക് ശിലകളാണ് കാണപ്പെടുന്നത്. അതായത് ഫെൽസ്പാർ, അതായത് അലൂമിനിയം സിലിക്കേറ്റ് ധാതുക്കൾ, സിലിക്ക എന്നീ രണ്ട് ധാതുക്കളുടെ ആദ്യ രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് വരുന്നതാണ് ഫെൽസിക് എന്ന വാക്ക്. ഇത് സിയാൽ ഭാഗത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഫെൽസ്പാർ, സിലിക്ക, ഇത് ഈ രണ്ട് വേർഡിൽ നിന്നുമാണ് ഫെൽസിക് എന്ന പദം എന്താണ് വൻകര ഭാഗത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. കടൽത്തറ ഭാഗങ്ങളിൽ എന്താണ് സിയാൽ കാണപ്പെടുന്നില്ല. കടൽത്തറ ഭാഗം സിമ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ സിലിക്കണും മഗ്നീഷ്യവുമാണ് കാണപ്പെടുന്നത്. അപ്പം ഇവിടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഭൂവൽക്കത്തിലെ ഏറ്റവും പുറമേയുള്ള ആവരണം ഏതാണ്? 2016 HSA ക്വസ്റ്റ്യൻ ആണ്. ഭൂവൽക്കത്തിലെ ഏറ്റവും പുറമേയുള്ള ആവരണം ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് സിമ, സിയാൽ, നിയാൽ, നിഫെ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഭൂവൽക്കത്തിലെ ഏറ്റവും പുറമേയുള്ള ആവരണം സിയാലാണ്. അപ്പോൾ പൊതുവെ നമ്മൾ പറയുമ്പോൾ എന്താണ് ഭൂമിയുടെ ഉള്ളറകളിൽ ഏറ്റവും പുറത്തുള്ളത് ഭൂവൽക്കമാണ്. അപ്പോൾ ഭൂവൽക്കത്തിലെ ഏറ്റവും പുറമേയുള്ള ആവരണം എന്ന് പറയുന്നത് സിയാലാണ്. സിയാലിനെയും സിമയെയും തമ്മിൽ വേർതിരിക്കുന്ന സീസ്മിക ഡിസ്കണ്ടിന്യൂയിറ്റി, കോൺറാഡ് ഡിസ്കണ്ടിന്യൂയിറ്റി, നമ്മൾ വിച്ഛിന്നത എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് സിയാലിനെയും സിമയെയും തമ്മിൽ വേർതിരിക്കുന്ന സീസ്മിക ഡിസ്കണ്ടിന്യൂയിറ്റിയാണ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂയിറ്റി. ഭൂവൽക്ക ഭാഗത്തെ സിയാൽ എന്നും സിമ എന്നും രണ്ടായി തരംതിരിച്ചത് എഡ്വാർഡ് സൂയസ് എന്ന വ്യക്തിയാണ്. ഭൂവൽക്ക ഭാഗത്തെ സിയാൽ എന്നും സിമ എന്നും രണ്ടായി തരംതിരിച്ചത് എഡ്വാർഡ് സൂയസ്. അടുത്തതായിട്ട് മാൻറ്റിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻറ്റിൽ. അപ്പം ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻറ്റിൽ. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മാൻറ്റിൽ. വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗമായ മണ്ഡലമാണ് മാൻറ്റിൽ. മാൻറ്റിലാണ് വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗം. അപ്പോൾ ഇവിടെ ഭൂവൽക്ക പാളിക്ക് താഴെ നിന്നും തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് മാൻറ്റിൽ വ്യാപിച്ച് കിടക്കുന്നത്. അപ്പം ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് മാൻറ്റിൽ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് മാൻറ്റിൽ. ഇത് 68% വരും. ഇപ്പം ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ 68% മാൻറ്റിലാണ്. അപ്പം മാൻറ്റിലിൽ കാണപ്പെടുന്ന ശിലകളിൽ കൂടിയ തോതിൽ ഇരുമ്പും മഗ്നീഷ്യവും താരതമ്യേന കുറഞ്ഞ തോതിൽ അലൂമിനിയവും സിലിക്കണും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? അൾട്രാമാഫിക് ശിലകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൂടിയ തോതിൽ ഇരുമ്പും മഗ്നീഷ്യവും താരതമ്യേന കുറഞ്ഞ തോതിൽ അലൂമിനിയവും സിലിക്കൺ തുടങ്ങിയ മൂലക ധാതുക്കളും അടങ്ങിയ അൾട്രാമാഫിക് ശിലകളാണ് മാൻറ്റിലിൽ കാണപ്പെടുന്നത്. മാൻറ്റിലിൽ കാണപ്പെടുന്ന ശിലകളാണ് അൾട്രാമാഫിക് ശിലകൾ. മാൻറ്റിലിൻ്റെ ബാഹ്യമേഖലയിൽ കാണപ്പെടുന്ന ശിലകളിൽ സിലിക്കേറ്റ് ധാതുക്കളായ ഒലിവിൻ, പൈറോക്സിൻ എന്നിവ ധാരാളമായി കാണപ്പെടുന്നു. മാൻറ്റിലിൻ്റെ ബാഹ്യമേഖലയിൽ കാണപ്പെടുന്ന ശിലകളിൽ സിലിക്കേറ്റ് ധാതുക്കളായ ഒലിവിൻ, പൈറോക്സിൻ എന്നിവ ധാരാളമായി കാണപ്പെടുന്നത് മാൻറ്റിലിൻ്റെ ബാഹ്യമേഖലയിലാണ്. മാൻറ്റിലിൽ നിന്നും അകക്കാമ്പിലേക്ക് പോകും തോറും സാന്ദ്രത വർദ്ധിക്കുന്നു. മാൻറ്റിലിൽ നിന്നും അകക്കാമ്പിലേക്ക് പോകും തോറും സാന്ദ്രത വർദ്ധിക്കുന്നു. മാൻറ്റിലിൻ്റെ സാധാരണ ഊഷ്മാവ് 2200 ഡിഗ്രി സെൽഷ്യസ് ആണ്. മാൻറ്റിലിൻ്റെ സാധാരണ ഊഷ്മാവ് 2200 ഡിഗ്രി സെൽഷ്യസ് ആണ്. മാൻറ്റിലിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഉപരിമാൻറ്റിൽ,
അധോ മാൻഡിൽ. അപ്പം മാൻഡിലിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഉപരി മാൻഡിൽ എന്നും അധോ മാൻഡിൽ എന്നും. ഇത് ഉപരി മാൻഡിൽ, അപ്പർ മാൻഡിൽ, അധോ മാൻഡിൽ, ലോവർ മാൻഡിൽ. അപ്പം ഉപരി മാൻഡിൽ എന്നത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഖരാവസ്ഥയിലുള്ള പാളിയാണ് ഉപരി മാൻഡിൽ. ഉപരി മാൻഡിൽ എന്നത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഖരാവസ്ഥയിലുള്ള പാളിയാണ് ഉപരി മാൻഡിൽ. അപ്പം ഉപരി മാൻഡിൽ ഖരാവസ്ഥയിലാണ്. അധോ മാൻഡിൽ എന്നത് ഉപരി മാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അർദ്ധദ്രവാവസ്ഥയിലുള്ള പാളിയാണ് അധോ മാൻഡിൽ. അപ്പം അധോ മാൻഡിൽ അർദ്ധദ്രവാവസ്ഥയിലാണ്. ഉപരി മാൻഡിൽ ഖരാവസ്ഥയിലും അധോ മാൻഡിൽ അർദ്ധദ്രവാവസ്ഥയിലുമാണ്. ഭൂചലനീയ തരംഗങ്ങളുടെ ചലനത്തിൻ്റെ പ്രവേഗം ദ്രുതഗതിയിൽ വർദ്ധിക്കുന്ന മേഖലയാണ് മാൻഡിൽ. ഭൂചലനീയ തരംഗങ്ങളുടെ ചലനത്തിൻ്റെ പ്രവേഗം ദ്രുതഗതിയിൽ വർദ്ധിക്കുന്ന മേഖലയാണ് മാൻഡിൽ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശമാണ് ശിലാമണ്ഡലം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശമാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ലിത്തോസ്ഫിയർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഭൂവൽക്കത്തിൻ്റെ താഴെ ഭാഗവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ഭൗമോപരിതലത്തിൽ നിന്നും 200 കിലോമീറ്റർ വരെ കനത്തിലുള്ള പാളിയാണ് ശിലാമണ്ഡലം. ഭൗമോപരിതലത്തിൽ നിന്നും പരമാവധി 200 കിലോമീറ്റർ വരെയുള്ള പാളിയാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം, സ്ഥലമണ്ഡലം അല്ലെങ്കിൽ പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ശിലാമണ്ഡലമാണ്. മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗം അറിയപ്പെടുന്നത് അസ്തനോസ്ഫിയർ. മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗം അറിയപ്പെടുന്നത് അസ്തനോസ്ഫിയർ എന്നാണ്. ശിലാമണ്ഡലത്തിന് താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിൽ ഏകദേശം 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അസ്തനോസ്ഫിയർ ഏകദേശം 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. അസ്തനോ എന്ന വാക്കിൻ്റെ അർത്ഥം ദുർബലമായത് എന്നാണ്. അസ്തനോ എന്ന വാക്കിൻ്റെ അർത്ഥം ദുർബലമായത് എന്നാണ്. അസ്തനോസ്ഫിയറിന് താഴെ വ്യാപിച്ച് കിടക്കുന്ന അധോ മാൻഡിൽ ഖരാവസ്ഥയിലാണ്. അധോ മാൻഡിൽ അർദ്ധദ്രവാവസ്ഥയിലാണ്. ഭൂവൽക്കത്തേക്കാൾ സാന്ദ്രത കൂടിയ അസ്തനോസ്ഫിയറിൻ്റെ സാന്ദ്രത 3.4 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. മാൻഡിലിന് ഭൂവൽക്കത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. നെക്സ്റ്റ്, കാമ്പ്. മാൻഡിലിൻ്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലമാണ് കാമ്പ്. മാൻഡിലിൻ്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലം കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ്. മാൻഡിലിന് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് കാമ്പ്. കാമ്പിൻ്റെ 2 ഭാഗങ്ങളാണ് പുറക്കാമ്പ്, അകക്കാമ്പ്, ഔട്ടർ കോറ്, ഇന്നർ കോറ്. അപ്പം കാമ്പിനെ 2ആയി തിരിച്ചിരിക്കുന്നു, ഔട്ടർ കോറെന്നും ഇന്നർ കോറെന്നും. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിലാണ്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിൽ, അത് ദ്രാവകാവസ്ഥയിലും, അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിലുമാണ്. ഭൂമിയുടെ അകക്കാമ്പ് ഖരാവസ്ഥയിലാകാൻ കാരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലമാണ്. അപ്പം ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോഴേക്കും മർദ്ദം കൂടി വരുന്നു. ഇങ്ങനെ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം കാരണം അകക്കാമ്പ് ഖരാവസ്ഥയിലായി തീരുന്നു. അകക്കാമ്പിൻ്റെ ഏകദേശ കനം 3400 കിലോമീറ്ററാണ്.
ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ 34% അകക്കാമ്പ് ഉൾക്കൊള്ളുന്നത്. ഭൂമിയുടെ അകക്കാമ്പിൻ്റെ ഏകദേശ ഊഷ്മാവ് 2600 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2600 ഡിഗ്രി സെൽഷ്യസ് ആണ് അകക്കാമ്പിൻ്റെ ഏകദേശ ഊഷ്മാവ്. അകക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും ഇരുമ്പും കൊണ്ടാണ്. നിക്കലും ഇരുമ്പും, നിക്കൽ ആൻഡ് അയൺ. അതുകൊണ്ട് തന്നെ അകക്കാമ്പ് നിഫെ എന്നറിയപ്പെടുന്നു. അപ്പോൾ നിഫെ എന്നറിയപ്പെടുന്നത് അകക്കാമ്പാണ്. നെക്സ്റ്റ്, അതിർവരമ്പുകളെക്കുറിച്ച് പഠിക്കാം. ഡിസ്കണ്ടിന്യൂയിറ്റീസ് ഇൻ ദി ലെയേഴ്സ് ഓഫ് ദി എർത്ത്. ഇതിൽ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത് മെഹ്റോവിസിക് വിച്ഛിന്നതയാണ്. ഇത് മെഹ്റോവിസിക് ഡിസ്കണ്ടിന്യൂയിറ്റി. ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത് മെഹ്റോവിസിക് വിച്ഛിന്നത. സിയാലിനെയും സിമയെയും വേർതിരിക്കുന്നത്, അതായത് വൻകര ഭൂവൽക്കത്തെയും കടൽത്തറ ഭാഗത്തെയും വേർതിരിക്കുന്നത് കോൺറാഡ് വിച്ഛിന്നത, കോൺറാഡ് ഡിസ്കണ്ടിന്യൂയിറ്റി. അപ്പോൾ സിയാലിനെയും സിമയെയും വേർതിരിക്കുന്ന ഡിസ്കണ്ടിന്യൂയിറ്റിയാണ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂയിറ്റി. ഉപരിമാൻഡിലിനെയും അധോമാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റീവ് വിച്ഛിന്നതയാണ്. ഉപരിമാൻഡിലിനെയും അധോമാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റീവ് വിച്ഛിന്നത. മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഉപരിമാൻഡിലിനെയും അധോമാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റീവ് വിച്ഛിന്നത. മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നത് ലേമാൻ വിച്ഛിന്നത. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നത് ലേമാൻ വിച്ഛിന്നത. സിയാൽ, സിമ ഇവയെ വേർതിരിക്കുന്നത് കോൺറാഡ് വിച്ഛിന്നത. ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത് മെഹ്റോവിസിക് വിച്ഛിന്നത. ഉപരിമാൻഡിലിനെയും അധോമാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റീവ് വിച്ഛിന്നത. മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നത് ലേമാൻ വിച്ഛിന്നത. അടുത്തതായിട്ട് ഭൂകമ്പങ്ങളെക്കുറിച്ച് പഠിക്കാം. ഭൂകമ്പം എന്ന വാക്ക് ഉത്ഭവിച്ചത് ഗ്രീക്ക് വേർഡായിട്ടുള്ള സീസ്മോസ് എന്ന പദത്തിൽ നിന്നുമാണ്. ഭൂകമ്പം എന്ന വാക്ക് ഉത്ഭവിച്ചത് ഗ്രീക്ക് പദമായ സീസ്മോസ് എന്ന പദത്തിൽ നിന്നും. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. അപ്പോൾ സീസ്മോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ഭൂകമ്പം എന്ന പദം ഫോം ചെയ്തത്. ഇതിന് ഭൂകമ്പത്തെക്കുറിച്ച് പഠിക്കുന്നത് സീസ്മോളജി. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. ആധുനിക സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ജോൺ മിൽനി. ആധുനിക സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ജോൺ മിൽനിയാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖയാണ് സീസ്മോഗ്രാം. ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖ സീസ്മോഗ്രാം. സുനാമിക്ക് കാരണമാകുന്ന പ്രതിഭാസം ഭൂകമ്പങ്ങൾ. സുനാമിക്ക് കാരണമാകുന്നത് ഭൂകമ്പങ്ങളാണ്. ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകമാണ് റിക്ടർ സ്കെയിൽ. ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം റിക്ടർ സ്കെയിൽ. റിക്ടർ സ്കെയിൽ കണ്ടുപിടിച്ചത് ചാൾസ് ഫ്രാൻസിസ് റിക്ടറാണ്. അമേരിക്കക്കാരനായ ചാൾസ് ഫ്രാൻസിസ് റിക്ടറാണ് 1935 റിക്ടർ സ്കെയിൽ കണ്ടുപിടിച്ചത്. റിക്ടർ സ്കെയിലിൻ്റെ അളവ് 0 മുതൽ 10 വരെയാണ്. റിക്ടർ സ്കെയിലിൽ 5.5 മുകളിൽ വരുമ്പോൾ ഭൂകമ്പങ്ങൾ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള ഏകകമാണ് മെർക്കാലി സ്കെയിൽ. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള ഏകകം മെർക്കാലി സ്കെയിൽ. ഇറ്റാലിയൻ ഭൂകമ്പ ശാസ്ത്രജ്ഞനായ മെർക്കാലിയുടെ പേരാണ് ഭൂകമ്പ തീവ്രതയുടെ ഏകകത്തിന് നൽകിയിട്ടുള്ളത്. മെർക്കാലി സ്കെയിലിൽ 12 യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്.
ഒരു ഭൂകമ്പം സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭൂകമ്പ തീവ്രത നിർണ്ണയിക്കുന്നത്. ഭൂകമ്പ തീവ്രതയുടെ തോത് 1 മുതൽ 12 വരെയാകാം. ഭൂകമ്പ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് റോസിഫോറൽ സ്കെയിൽ. ഭൂകമ്പ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ റോസിഫോറൽ സ്കെയിൽ. ഭൂകമ്പമാപിനി ആദ്യമായി ഉപയോഗിച്ച രാജ്യക്കാർ ചൈനക്കാരാണ്. ലോക ഭൂകമ്പ വിജ്ഞാന സമിതി രൂപം കൊണ്ട വർഷം 1903. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന കേന്ദ്രമാണ് പ്രഭവ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്ന ചലന കേന്ദ്രമാണ് പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഭൂകമ്പനാഭി അതല്ലെങ്കിൽ സീസ്മിക് ഫോക്കസ് എന്നെല്ലാം അറിയപ്പെടുന്നത്. ഹൈപ്പോസെൻറ്റർ എന്നറിയപ്പെടുന്നത് പ്രഭവ കേന്ദ്രമാണ്. ഹൈപ്പോസെൻറ്റർ എന്നറിയപ്പെടുന്നത് പ്രഭവ കേന്ദ്രം. ഭൂകമ്പനാഭിക്ക് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദുവാണ് അധികേന്ദ്രം. ഭൂകമ്പനാഭിക്ക് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദുവാണ് അധികേന്ദ്രം എന്നറിയപ്പെടുന്നത്. അപ്പം അധികേന്ദ്രം അല്ലെങ്കിൽ എപ്പിസെൻറ്റർ. ഭൂകമ്പം ഏറ്റവും ശക്തിയായി അനുഭവപ്പെടുന്ന സ്ഥലമാണ് അധികേന്ദ്രം. ഭൂകമ്പ തരംഗങ്ങൾ ആദ്യമായി എത്തിച്ചേരുന്നത് അധികേന്ദ്രത്തിലാണ്. ലോകത്ത് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും തീവ്രതയേറിയ ഭൂകമ്പം നടന്ന സ്ഥലം ചിലിയിലെ വാൽഡീവിയയിലാണ്. ലോകത്ത് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും തീവ്രതയേറിയ ഭൂകമ്പം 9.5 വരെയായിരുന്നു അതിൽ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെട്ട ആധികാരിക പഠനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ലോക ഭൂകമ്പ വിജ്ഞാന സമിതിയാണ്. 1903 ഫോം ചെയ്തത്. അതുപോലെ തുടർ ഭൂകമ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹെയ്ത്തിയാണ്. തുടർ ഭൂകമ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹെയ്ത്തി. അപ്പം ഈ ഭാഗത്തു നിന്നുള്ളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സുനാമികൾക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? അപ്പം ഭൂകമ്പമാണ് സുനാമികൾക്ക് കാരണമാകുന്ന പ്രതിഭാസം. അടുത്തതായിട്ട് ഭൂകമ്പ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കാം. അത് എർത്ത് കേക്ക് വേവ്സ്. ഭൂകമ്പ തരംഗങ്ങളെ മുഖ്യമായും 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ബോഡി തരംഗങ്ങളെന്നും ഉപരിതല തരംഗങ്ങളെന്നും. ദ ബോഡി വേവ്സ് ആൻഡ് സർഫേസ് വേവ്സ്. ബോഡി തരംഗങ്ങൾ എന്നത് പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ഊർജ്ജമോചനത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന തരംഗമാണ് ബോഡി തരംഗങ്ങൾ. പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ഊർജ്ജമോചനത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന തരംഗങ്ങളാണ് ബോഡി തരംഗങ്ങൾ. ബോഡി തരംഗങ്ങൾ 2 തരത്തിലുണ്ട്. പി തരംഗങ്ങളും എസ് തരംഗങ്ങളും, അതായത് പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും. അപ്പം ബോഡി തരംഗങ്ങളും പി തരംഗങ്ങളും എസ് തരംഗങ്ങളുമുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗമാണ് പി തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക തരംഗങ്ങൾ. ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗമാണ് പ്രാഥമിക തരംഗങ്ങൾ. ഭൂപ്രതലത്തിൽ ആദ്യം എത്തിച്ചേരുന്ന തരംഗമാണ് പ്രാഥമിക തരംഗങ്ങൾ. പ്രാഥമിക തരംഗങ്ങൾ തന്നെയാണ് പി തരംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. അനുദൈർഘ്യ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂകമ്പ തരംഗങ്ങളും പ്രാഥമിക തരംഗങ്ങളാണ്. അനുദൈർഘ്യ തരംഗങ്ങൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നറിയപ്പെടുന്നത് പ്രാഥമിക തരംഗങ്ങൾ. പ്രഷർ വേവ്സ്, കംപ്രഷൻ വേവ്സ് എന്നീ പേരുകളിലും പ്രാഥമിക തരംഗങ്ങൾ അറിയപ്പെടുന്നു. പ്രഷർ വേവ്സ്, കംപ്രഷൻ വേവ്സ് എന്നീ പേരിലും അറിയപ്പെടുന്നത് പ്രാഥമിക തരംഗങ്ങളാണ്. പി വേവിൻ്റെയും എസ് വേവിൻ്റെയും ആഗമനത്തിന് ഇടയിലുള്ള കാലതാമസത്തെ ലീഡ് ടൈം എന്ന് വിളിക്കുന്നു. അകക്കാമ്പിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ. ഇവ ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള ഭൂകമ്പ തരംഗങ്ങളാണ്. അപ്പം ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ. ഖര, ദ്രവ, വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ. ഖര,
ദ്രവ വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ. ഈ തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക തരംഗങ്ങളുടെ കമ്പനം തരംഗദിശയ്ക്ക് സമാന്തരമായിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പി തരംഗത്തെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. പി തരംഗം അതായത് ഭൂകമ്പ തരംഗങ്ങളെ ബോഡി തരംഗങ്ങളെന്നും ഉപരിതല തരംഗങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ ബോഡി തരംഗങ്ങളെ പ്രാഥമിക തരംഗങ്ങളെന്നും സെക്കൻഡറി അല്ലെങ്കിൽ പ്രൈമറി തരംഗങ്ങളെന്നും സെക്കൻഡറി തരംഗങ്ങൾ വേവ്സ് എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിൽ പ്രൈമറി തരംഗങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗമാണ്. ഭൂപ്രതലത്തിൽ ആദ്യം എത്തിച്ചേരുന്ന തരംഗമാണ്. അനുദൈർഘ്യ തരംഗങ്ങൾ എന്നറിയപ്പെടുന്നു. പ്രഷർ വേവ്സ്, കംപ്രഷൻ വേവ്സ് എന്നും അറിയപ്പെടുന്നു. അകക്കാമ്പിലൂടെ കടന്നുപോകുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ. ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ. ഖര ദ്രവ വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ. പ്രാഥമിക തരംഗങ്ങളുടെ കമ്പനം തരംഗദിശയ്ക്ക് സമാന്തരമായിട്ടാണ്. സെക്കൻഡറി വേവ്സ് എസ് തരംഗങ്ങൾ. പി തരംഗങ്ങളെക്കാൾ കൂടുതൽ സമയമെടുത്ത് ഉപരിതലത്തിലെത്തുന്ന ബോഡി തരംഗമാണ് സെക്കൻഡറി വേവ്സ്. ദ്വിതീയ തരംഗങ്ങൾ അല്ലെങ്കിൽ എസ് തരംഗങ്ങൾ എന്നെല്ലാം ഇതറിയപ്പെടുന്നു. മധ്യമ തരംഗങ്ങൾ എന്നും അറിയപ്പെടുന്നത് ദ്വിതീയ തരംഗങ്ങളാണ്. മധ്യമ തരംഗങ്ങൾ എന്നറിയപ്പെടുന്നത് ദ്വിതീയ തരംഗങ്ങളാണ്. ഖര മാധ്യമങ്ങളിൽ കൂടി മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഭൂകമ്പ തരംഗമാണ് സെക്കൻഡറി വേവ്സ്. ഭൂവൽക്കത്തിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് മധ്യമ തരംഗങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ്. തരംഗദിശയ്ക്ക് ലംബമായി ചലിക്കുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് സെക്കൻഡറി വേവ്സ്. ദ്രവത്തിലൂടെ സഞ്ചരിക്കാത്ത തരംഗങ്ങളാണ് സെക്കൻഡറി വേവ്സ്. അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് സെക്കൻഡറി വേവ്സ്. സിസ്മോഗ്രാഫിൽ ആദ്യം രേഖപ്പെടുത്തുന്ന ഭൂകമ്പ തരംഗങ്ങൾ പ്രാഥമിക തരംഗങ്ങളും സിസ്മോഗ്രാഫിൽ ഏറ്റവും അവസാനം രേഖപ്പെടുത്തുന്ന തരംഗങ്ങൾ ഉപരിതല തരംഗങ്ങളുമാണ്. അപ്പം അടുത്തതായിട്ട് ഉപരിതല തരംഗങ്ങളെക്കുറിച്ച് പഠിക്കാം. അപ്പം ഉപരിതല തരംഗങ്ങൾ എന്നത് സിസ്മോഗ്രാഫിൽ ഏറ്റവും അവസാനം രേഖപ്പെടുത്തുന്ന തരംഗങ്ങളാണ്. ബോഡി തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതല ശിലകളുമായി പ്രതിപ്രവർത്തിച്ച് സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ് ഉപരിതല തരംഗങ്ങൾ. അപ്പം ബോഡി തരംഗങ്ങൾ അതായത് പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ് ഇവ ഉപരിതല ശിലകളുമായി ഭൂമിയുടെ ഉപരിതല ശിലകളുമായി പ്രതിപ്രവർത്തിച്ച് സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ് ഉപരിതല തരംഗങ്ങൾ. ബോഡി തരംഗങ്ങളെക്കാൾ ഉപരിതല തരംഗങ്ങൾക്ക് വ്യാപ്തിയും ദൈർഘ്യവും കൂടുതലാണ്. ഉപരിതലത്തിലൂടെ മാത്രം നീങ്ങുന്ന ഈ തരംഗങ്ങൾക്ക് തരംഗ ദൈർഘ്യം കൂടുതലാണ്. ലോങ് പീരിയഡ് വേവ്സ് എന്ന് വിളിക്കുന്നത് ഉപരിതല തരംഗങ്ങളെയാണ്. എങ്കിൽ സർഫേസ് വേവ്സിനെയാണ് ലോങ് പീരിയഡ് വേവ്സ് എന്ന് വിളിക്കുന്നത്. ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് ഉപരിതല തരംഗങ്ങൾ. അപ്പോൾ ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് ഉപരിതല തരംഗങ്ങൾ. അപ്പം ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള ഭൂകമ്പ തരംഗങ്ങളായിരുന്നു പി തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി വേവ്സ്. ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് ഉപരിതല തരംഗങ്ങൾ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഉപരിതല തരംഗങ്ങളുണ്ട്. റെയ്ലി വേവ്സും അതേപോലെ ലവ് വേവ്സും. തിരശ്ചീനമോ ലംബമോ ആയ ചലനങ്ങളില്ലാതെ ദീർഘവൃത്താകൃതിയിലുള്ള ചലനത്തിൽ ജലതരംഗം പോലെ അതായത് ജലതരംഗത്തിനെ പോലെ ഭൂമി കുലുങ്ങുന്നതിന് കാരണമാകുന്ന ഭൂകമ്പ പ്രതല തരംഗമാണ് റെയ്ലി വേവ്. അപ്പോൾ റെയ്ലി വേവ് എന്നത് തിരശ്ചീനമോ ലംബമോ ആയ ചലനങ്ങളില്ലാതെ ദീർഘവൃത്താകൃതിയിലുള്ള ചലനത്തിൽ ഭൂമി കുലുങ്ങുന്നതിന് കാരണമാകുന്ന ഭൂകമ്പ പ്രതല തരംഗമാണ് റെയ്ലി വേവ്. റോളിംഗ് വേവ്സ് എന്നറിയപ്പെടുന്നത് റെയ്ലി വേവ്സ് ആണ്. റോളിംഗ് വേവ്സ് എന്നറിയപ്പെടുന്നത് റെയ്ലി വേവ്സ് ആണ്. ഉപരിതല തരംഗങ്ങളിൽ ഏറ്റവും വിനാശകാരിയായത് റെയ്ലി വേവാണ്.
കടന്നു പോകുമ്പോൾ ഉപരിതലം വശത്തേക്ക് മുറിയുകയും പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഭൂകമ്പ തരംഗമാണ് എൽ വേവ്സ് അല്ലെങ്കിൽ ലവ് വേവ്സ് എന്ന് പറയുന്നത്. ഉപരിതല തരംഗങ്ങളിൽ ഏറ്റവും വേഗത കൂടിയ തരംഗമാണ് ലവ് വേവ്സ്. അഗസ്റ്റസ് എഡ്വാർഡ് ഹോങ്ലവ് എന്ന ആളിൻ്റെ പേരിൽ അറിയപ്പെടുന്ന തരംഗമാണ് ലവ് തരംഗങ്ങൾ. അഗസ്റ്റസ് എഡ്വാർഡ് ഹോങ്ലവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന തരംഗങ്ങളാണ് ലവ് തരംഗങ്ങൾ. ചലനകേന്ദ്രത്തിൽ നിന്ന് നിശ്ചിത ദൂരത്തിലുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഭൂകമ്പ തരംഗങ്ങൾ എത്തിച്ചേരാറില്ല. ഇത്തരം മേഖലകളെ നിഴൽ മേഖലകൾ, ഷാഡോ സോൺസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഷാഡോ സോൺസ് എന്നത് ചലനകേന്ദ്രത്തിൽ നിന്ന് നിശ്ചിത ദൂരത്തിലുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഭൂകമ്പ തരംഗങ്ങൾ എത്തിച്ചേരാറില്ല. ഇത്തരം മേഖലകളാണ് നിഴൽ മേഖലകൾ അല്ലെങ്കിൽ ഷാഡോ സോൺ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വിവിധ തരം ഭൂകമ്പങ്ങൾ. ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നിമാറുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നിമാറുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. അഗ്നിപർവ്വതങ്ങൾ സജീവമായ മേഖലകളിൽ ഉണ്ടാകുന്ന ടെക്ടോണിക് ഭൂകമ്പങ്ങളാണ് അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ. അഗ്നിപർവ്വതങ്ങൾ സജീവമായ മേഖലകളിൽ ഉണ്ടാകുന്ന ടെക്ടോണിക് ഭൂകമ്പങ്ങളാണ് അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ. ആണവ രാസ സ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് വിസ്ഫോടന ഭൂകമ്പങ്ങൾ. ആണവ രാസ സ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ വിസ്ഫോടന ഭൂകമ്പങ്ങൾ. തീവ്ര ഖനന മേഖലകളിൽ ഭൂഗർഭ ഖനികളുടെ മേൽത്തട്ട് തകർന്നടിഞ്ഞ് ഉണ്ടാകുന്ന ചെറിയ പ്രകമ്പനങ്ങൾ അറിയപ്പെടുന്നത് കൊളാപ്സ് ഭൂകമ്പങ്ങൾ എന്നാണ്. തീവ്ര ഖനന മേഖലകളിൽ ഭൂഗർഭ ഖനികളുടെ മേൽത്തട്ട് തകർന്നടിഞ്ഞുണ്ടാകുന്ന ചെറിയ പ്രകമ്പനങ്ങളാണ് കൊളാപ്സ് ഭൂകമ്പങ്ങൾ എന്നറിയപ്പെടുന്നത്. കൂറ്റൻ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ, റിസർവെയർ ഇൻഡ്യൂസ്ഡ് ഭൂകമ്പങ്ങൾ. അപ്പം ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.